റൂമിലുള്ള എല്ലാവരും കൂടെ ഹോട്ടൽ റൂം എടുത്തിട്ട് കുത്തിമറിയാൻ പോയൊരു കഥ. കഴിഞ്ഞ പെരുന്നാൾക്ക് ഹോട്ടൽ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്തപ്പോൾ ഒരു വീഡിയോ ഇട്ട്. ആ വീഡിയോ 1 ലൈക്ക് അടിച്ചതിന് പരമായിട്ട് പ്രൊമോഷന് വേണ്ടി അവർ വീണ്ടും വിളിച്ചു. റൂമിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ മിറർ ഉറപ്പിക്കൽ ഞാൻ തുടങ്ങി. ടിവിയിലപ്പോൾ ഇതിന് ഐറ്റം ഡാൻസ് ഇട്ടിട്ട് ചെക്കന്മാരും ചില്ലാവർ തുടങ്ങി. അതിൻ്റെ ഇടയിൽ നൂറും അസീസും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അസീസിന് മലയാളം അറിയില്ല, നൂറിന് ഹിന്ദി അറിയില്ല. പിന്നെ എന്താണ് സംസാരിക്കുന്നത് നമുക്ക് ഇതുവരെ അറിയാം. റസാനും ആസിഫും അതിൻ്റെ ഇടയിൽ കുന്തളിപ്പ് ഡാൻസ് ഉണ്ടെന്ന് കൂടെ ഞാനും. ഇവിടെ ഇത്രയും വലിയ ഡാൻസ് എടുക്കുമ്പോൾ ഒരാളെ പോയി കിടന്നു തുടങ്ങിയിട്ട് വീട്ടിൽ വീഡിയോ കോൾ ചെയ്യണം. പുഴുങ്ങിയില്ലല്ലേ, പുഴുങ്ങണം അപ്പോഴൊരു കുക്കാരം ഇതിങ്ങനെ. അതിൻ്റെ എല്ലാം അസീസ് റിമോട്ടെങ്കിൽ പാകിസ്ഥാനിലെ ഒരു പെണ്ണിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് ഒരു ചിരി. അതിനിടയിൽ ഓവൻ്റെ മുന്നിൽ സെൽഫി വീഡിയോ എടുത്ത് നിൽക്കണം എൻ്റെ ഒരു അവസ്ഥ. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി. പുള്ളി ടോസ് ഇട്ടൊക്കെയാണ് ജംഷയ്ക്ക് ഇറങ്ങുന്നത്. പിന്നെ ആസിഫിൻ്റെ ബോഡി ഷോ ആണ് ഈ കാണുന്നത്. എല്ലാവരും കൂടെ മിററിൻ്റെ മുന്നിലിരുന്ന് ഒരപ്പിക്കൽ തുടങ്ങി. ഇനി അടുത്തത് പൂളിലേക്കുള്ള ഒരപ്പിക്കൽ. പൂളിൽ 3 കുട്ടികൾക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ ആ നീന്താൻ അറിയാത്ത കുട്ടികൾക്കാണ് ഈ റിങ്ങിട്ട് കൊടുക്കുന്നത്. ആ കുട്ടികളെ ആരൊക്കെയാണ്? കുട്ടി നമ്പർ 1